യേശുക്രിസ്തുവിന്റെ ചില വാഗ്ദത്തങ്ങളെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനിടയായിത്തീരും. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, 1-ാമത്തെ വാഗ്ദത്തം ഉയർത്തെഴുന്നേറ്റ യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട. തന്റെ ശിഷ്യന്മാരോട് അവൻ 3.5 വർഷക്കാലം തന്നോട് ചേർന്ന് നടന്ന അരുമ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് യേശു ഒരു വാഗ്ദത്തം ഉയർത്തെഴുന്നേറ്റ ശേഷം പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ഈ ഗ്രാമീണ ദേശനിവാസികളോട്, ഈ ശബ്ദവരിയിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാ നാട്ടുകാരോടും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, യേശുവിന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ആഘോഷിക്കുന്നത് കുറച്ച് ഇറച്ചി വാങ്ങിച്ചുകൊണ്ടോ മദ്യം കഴിച്ചുകൊണ്ടല്ല ആഘോഷിക്കുന്നത്. യേശു ഉള്ളത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ തിരുവചനം പറയുന്നു, യേശു നിനക്ക് നൽകുന്ന വാഗ്ദത്തം, നിങ്ങൾ ഭയപ്പെടേണ്ട. ചില രോഗത്തിന്റെ നടുവിൽ ഭാവിയെ കുറിച്ചോർത്ത്, തലമുറകളെ കുറിച്ചോർത്ത്, കുടുംബത്തിന്റെ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് അവൻ നാളെ കുറിച്ചോർത്ത് ഭയപ്പെടുന്ന വ്യക്തികളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ വാഗ്ദത്തം യേശു നിങ്ങളോട് പറയാണ്, അവൻ പ്രിയ മകനെ, മകളെ, സഹോദര, സഹോദരി, നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വചനത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് 366 പ്രാവശ്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്, ഭയപ്പെടേണ്ട എന്ന്. ഇന്ന് രാത്രി ആരെങ്കിലും ഭയത്തിന്റെ നടുവിലായിരിക്കുന്നെങ്കിൽ, ആ രോഗത്തിന്റെ ബന്ധനത്തിൽ അല്ലെങ്കിൽ വിധവയമായ വൃക്ഷത്തിന്റെ നടുവിൽ നിങ്ങൾ ഭയത്തോടുകൂടി ആയിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു തന്റെ വാഗ്ദത്തം നിങ്ങളോട് പറയുന്നു, അവൻ നിങ്ങൾ ഭയപ്പെടേണ്ട.